രാജ്യാന്തര നയതന്ത്ര വേദികളിലേക്ക് മടങ്ങിവരവിനൊരുങ്ങി ചൈന. 1 year into Russia's full-scale invasion of Ukraine, China has called for peace talks and a ceasefire. End the war in Ukraine. Could it work? Would Kyiv and Moscow compromise? And can Beijing be seen as an honest broker while Washington is watching closely as Ukraine's President Volodymyr Zelensky says he plans to meet China's President Xi Jinping to discuss the proposal for peace. President Biden has rejected a new 12-point peace plan that was proposed by China. Major General James Spider Marks. China is trying to woo Europe again because the European Union is the biggest trading bloc in the world. It accounts for around 15% of the world's imports and exports. And China is the largest exporter of goods. It wants to retain that title. So Europe is a good place to start. More European leaders are expected to visit China soon. കോവിഡ് മഹാമാരിക്ക് പിന്നാലെ ആഗോളതലത്തിൽ അന്താരാഷ്ട്ര നയതന്ത്ര വേദികളിൽ നേരിട്ടിരുന്ന അവഗണന നീക്കാനുള്ള കഠിന ശ്രമത്തിലാണ് ചൈന. അതിന്റെ ഭാഗമായി റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ മധ്യസ്ഥം വഹിക്കാനുള്ള ഒരുക്കത്തിലുമാണവർ. യുക്രൈനും റഷ്യയുമാകട്ടെ ചൈനയുടെ സമാധാന നീക്കങ്ങളെ ഇരു കൈയും നീട്ടി സ്വാഗതം ചെയ്തു കഴിഞ്ഞു. എന്നാൽ അമേരിക്കയാകട്ടെ ചൈനയുടെ നയതന്ത്ര നീക്കങ്ങളെ മുളയിലെ നുള്ളാനുള്ള ശ്രമത്തിലാണ്. ചാര ബലൂൺ എന്നാരോപിച്ച് ചൈനീസ് ബലൂൺ അമേരിക്ക വെടിവെച്ചിട്ടത് മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തീർത്തും മോശം നിലയിലാണ്. യുക്രൈന്റെ പേരിൽ മുറുകുന്ന നയതന്ത്ര യുദ്ധം അമേരിക്കൻ ചൈനീസ് ശീതയുദ്ധത്തെ പുതിയ തലത്തിലേക്ക് എത്തിക്കുമോ? വിശദമായി പരിശോധിക്കാം. ഞാൻ ജമീമ ജേക്കബ്, ജിയോ റിപ്പോർട്ടറിലേക്ക് സ്വാഗതം. കോവിഡ് ഒറ്റപ്പെടുത്തിയ ചൈന. കോവിഡ് മഹാമാരിക്ക് പിന്നാലെ 3 വർഷത്തിലേറെയായി ലോകരാജ്യങ്ങൾക്കിടയിൽ ചൈന തീർത്തും ഒറ്റപ്പെട്ടു കിടക്കുകയായിരുന്നു. യുക്രൈൻ റഷ്യ യുദ്ധം ലോകത്തെ പല ബ്ലോക്കുകളാക്കി തീർത്തതോടെ രാജ്യാന്തര നയതന്ത്ര വേദിയിൽ സ്വന്തം ഇടം കണ്ടെത്താനാകാതെ ചൈന വലയുകയായിരുന്നു. അമേരിക്കൻ ചേരിയോട് ചേരാതിരുന്ന രാജ്യങ്ങളുമായി യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ നയതന്ത്ര ബന്ധം ഊഷ്മളമാക്കിയ ചൈന ഇപ്പോൾ പാശ്ചാത്യ ചേരിയിലുള്ള യൂറോപ്യൻ രാജ്യങ്ങളുമായും ബന്ധം ശക്തമാക്കാനുള്ള ശ്രമത്തിലാണ്. ഈ വർഷം ഫെബ്രുവരി 17 മുതൽ 19 വരെ ജർമ്മനിയിലെ മ്യൂണിക്കിൽ നടന്ന 59ാമത് മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിന് ശേഷമാണ് ചൈനയുടെ അതിവേഗ നയതന്ത്ര നീക്കം എന്നതും ശ്രദ്ധേയമാണ്. യൂറോപ്പിന്റെ ഏറ്റവും വലിയ വാണിജ്യ പങ്കാളിയാണ് ചൈനയെങ്കിലും കോവിഡ് മഹാമാരിക്ക് പിന്നാലെ യൂറോപ്യൻ യൂണിയനുമായുള്ള ഡിപ്ലോമാറ്റിക് ബന്ധം വളരെ ദുർബലമായിരുന്നു. എന്നാൽ മ്യൂണിക് കോൺഫറൻസിന് ശേഷം യൂറോപ്യൻ യൂണിയനുമായും ഒട്ടേറെ യൂറോപ്യൻ രാജ്യങ്ങളുമായും ചൈന ബന്ധം പുതുക്കി തുടങ്ങി. കോൺഫറൻസിന് ശേഷം പ്രമുഖ ചൈനീസ് ഡിപ്ലോമാറ്റായ വാങ് യി നടത്തിയ യൂറോപ്യൻ പര്യടനം യുക്രൈൻ റഷ്യ യുദ്ധത്തിലെ ചൈനീസ് നിലപാട് വ്യക്തമാക്കാനും അമേരിക്കൻ ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കാനുമായിരുന്നു. സത്യത്തിൽ യുക്രൈനിലെ യുദ്ധഭൂമിയിൽ അപ്രതീക്ഷിത സന്ദർശനം നടത്തി ലോകത്തെ അമ്പരപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ സന്ദർശന വാർത്തകളെ അമ്പെ മുക്കിക്കളയുന്നതായിരുന്നു ചൈനയുടെ ദ്രുതഗതിയിലുള്ള ഡിപ്ലോമാറ്റിക് നീക്കങ്ങൾ. ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ഹംഗറി തുടങ്ങിയ രാജ്യങ്ങളോട് നയതന്ത്രതല ചർച്ചകൾ നടത്തിയ ശേഷം യുക്രൈനുമായും റഷ്യയുമായും വാങ് യി ചർച്ച നടത്തി. പിന്നാലെ യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ 12 സമാധാന പദ്ധതിയും ചൈന മുന്നോട്ട് വെച്ചു. 12 ചൈനീസ് സമാധാന പദ്ധതി. യുക്രൈൻ റഷ്യ യുദ്ധം 1 വർഷം പിന്നിട്ടിട്ടും കാര്യമായ സമാധാന ചർച്ചകൾ ഒന്നും തന്നെ ഇതുവരെ നടന്നിരുന്നില്ല. ആദ്യകാലങ്ങളിൽ തുർക്കിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകളാകട്ടെ പലവിധ ബാഹ്യ ഇടപെടലുകൾ മൂലം എങ്ങും എത്താതെ പോയിരുന്നു. എന്നാൽ ഇപ്പോൾ ചൈന മുന്നോട്ട് വെച്ച 12 സമാധാന പദ്ധതിയോട് യുക്രൈനും റഷ്യയും അനുകൂലമായി പ്രതികരിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് ചൈനയുടെ നിർദ്ദേശങ്ങൾ? എല്ലാ രാജ്യങ്ങളുടെയും പരമാധികാരം അംഗീകരിക്കുക, ശീതയുദ്ധകാല മനോഭാവം ഉപേക്ഷിക്കുക, ശത്രുതാ മനോഭാവം കൈവെടിയുക, സമാധാന ചർച്ചകൾ പുനരാരംഭിക്കുക, ജനങ്ങൾ നേരിടുന്ന മാനുഷിക പ്രതിസന്ധികൾ പരിഹരിക്കുക, സാധാരണക്കാരെയും യുദ്ധത്തടവുകാരെയും സംരക്ഷിക്കുക, ആണവ നിലയങ്ങൾ സുരക്ഷിതമാക്കുക, തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ സുരക്ഷിതമാക്കുക, ധാന്യ കയറ്റുമതി പുനഃസ്ഥാപിക്കുക,
ഏകപക്ഷീയമായ ഉപരോധങ്ങൾ അവസാനിപ്പിക്കുക, വ്യവസായങ്ങളെയും സപ്ലൈ ചെയിനുകളെയും സുരക്ഷിതമാക്കുക, യുദ്ധാനന്തര പുനർനിർമ്മാണം ഊർജിതമാക്കുക. കൂടാതെ ആണവായുധ പ്രയോഗം ഒഴിവാക്കാനും ഇരു കക്ഷികളും ക്രമേണ സംഘർഷം അവസാനിപ്പിക്കണമെന്നും കരാറിൽ പറയുന്നുണ്ട്. ചൈനീസ് നീക്കത്തിൽ യൂറോപ്പിന് ആശയക്കുഴപ്പം. ചൈനയുടെ നീക്കങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചു തുടങ്ങിയിട്ടുണ്ട്. സമാധാനം വേണമെന്ന് യൂറോപ്പ് മുഴുവൻ ആഗ്രഹിക്കുമ്പോഴും അത് എങ്ങനെ വേണമെന്ന കാര്യത്തിൽ ഒരു അഭിപ്രായ ഐക്യത്തിലെത്താൻ യൂറോപ്യൻ യൂണിയന് ഇതുവരെ സാധിച്ചിട്ടില്ല. യുദ്ധം അവസാനിക്കണമെന്ന് യൂറോപ്പ് ആഗ്രഹിക്കുമ്പോഴും അമേരിക്കയുടെ നിർബന്ധത്തിന് വഴങ്ങി യുക്രൈനിലെ യുദ്ധഭൂമിയിലേക്ക് അവർ കൂടുതൽ ആയുധങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്പിന്റെ ഏറ്റവും വലിയ വാണിജ്യ പങ്കാളിയായ ചൈനയുടെ സമാധാന പദ്ധതി നിർദാക്ഷിണ്യം തള്ളിക്കളയാനും യൂറോപ്പിന് സാധിക്കാത്ത അവസ്ഥയാണ്. കാരണം 3 വർഷമായി പിന്തുടർന്നിരുന്ന സീറോ കോവിഡ് പോളിസി ഉപേക്ഷിച്ച് സമ്പദ് മേഖല തുറക്കാനുള്ള ചൈനയുടെ നീക്കം വിലക്കയറ്റത്താൽ വലയുന്ന യൂറോപ്പിന് ഒരു പിടിവള്ളിയാണ്. അതിനാൽ തന്നെ ചൈനയുടെ സമാധാന നിർദ്ദേശം യൂറോപ്പിൽ പരക്കെ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുണ്ട്. കരാറിൽ ഇടഞ്ഞ് അമേരിക്കയും യുക്രൈനും. ചൈന മുന്നോട്ട് വെച്ച സമാധാന കരാറിനെ ആദ്യം തന്നെ തുറന്നെതിർത്തത് അമേരിക്കയായിരുന്നു. കരാറിലെ അവ്യക്തതയും ചൈനീസ് നിലപാടിലെ വിശ്വസ്തത കുറവുമാണ് കാരണമായി അമേരിക്ക മുന്നോട്ട് വെച്ച പ്രധാന വാദം. മാത്രവുമല്ല, ചൈന റഷ്യയ്ക്ക് ആയുധങ്ങൾ നൽകാൻ സാധ്യതയുണ്ടെന്നും അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും US മുന്നറിയിപ്പ് നൽകി. മാത്രവുമല്ല, സൈനികമായും സൈനികേതരവുമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന സാങ്കേതിക ഉപകരണങ്ങളും സഹായങ്ങളും ചൈന റഷ്യയ്ക്ക് നൽകുന്നുണ്ടെന്നും അമേരിക്ക ആരോപിച്ചിരുന്നു. എന്നാൽ അമേരിക്കയടക്കമുള്ള രാജ്യങ്ങൾ നൽകുന്ന ആയുധങ്ങളാണ് യുദ്ധത്തിന് തീ പകരുന്നതെന്നും തങ്ങൾ ഇത്തരം നടപടികൾ സ്വീകരിക്കാറില്ലെന്നുമാണ് ചൈന തിരിച്ചടിച്ചത്. ചൈന റഷ്യയ്ക്ക് ആയുധങ്ങൾ നൽകിയേക്കുമെന്ന അമേരിക്കൻ മുന്നറിയിപ്പ് യുക്രൈനിയൻ ഇന്റലിജൻസ് ഏജൻസി പാടെ തള്ളിയത് അമേരിക്കയ്ക്ക് വലിയ ക്ഷീണമായി. മാത്രവുമല്ല, ചൈനയുടെ സമാധാന നിർദ്ദേശങ്ങളോട് യുക്രൈൻ വളരെ അനുകൂലമായി പ്രതികരിക്കുകയും സമാധാന കരാറിന്റെ ഭാഗമായി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിനെ നേരിട്ട് കാണാൻ താൻ ഒരുക്കമാണെന്നും യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതേസമയം പിടിച്ചെടുത്ത യുക്രൈനിയൻ പ്രദേശങ്ങളിൽ നിന്ന് റഷ്യ സൈന്യത്തെ പിൻവലിക്കണമെന്ന് കരാറിൽ പറയാത്തതും റഷ്യൻ അധിനിവേശത്തെ ചൈന തള്ളിപ്പറയാത്തതും ചൂണ്ടിക്കാട്ടി സമാധാന കരാറിനെതിരെ നാറ്റോയും രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇതിനൊന്നും സമാധാന ചർച്ചകളുടെ വാതിൽ പൂർണ്ണമായും അടയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. ചൈനയ്ക്കെതിരെ അമേരിക്കയുടെ ചുവപ്പ് കാർഡ്. കോവിഡിന് ശേഷം രാജ്യാന്തര നയതന്ത്ര വേദികളിൽ ഒറ്റപ്പെട്ടിരുന്ന ചൈന തിരിച്ചുവരവിന് ശ്രമിക്കുന്നത് ഏത് വിധേനയും തടയാനാണ് അമേരിക്കയുടെ പരിശ്രമം. അതിനായി ഏതറ്റം വരെയും പോകാൻ ഒരുക്കമാണെന്ന സൂചനയും അമേരിക്ക നൽകി കഴിഞ്ഞു. വാണിജ്യ ബന്ധങ്ങളുടെ പേരിൽ ചൈനയോടുള്ള സമീപനം യൂറോപ്പ് മയപ്പെടുത്തുന്നത് തടയാൻ കോവിഡ് വൈറസിന്റെ ഉദ്ഭവത്തെക്കുറിച്ചുള്ള അമേരിക്കൻ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അഥവാ FBI റിപ്പോർട്ട് പുറത്തുവിട്ടാണ് അമേരിക്ക തിരിച്ചടിക്കുന്നത്. FBI കണ്ടെത്തൽ പ്രകാരം ചൈനീസ് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള വുഹാൻ ലാബിൽ നിന്നുള്ള ചോർച്ചയാണ് കോവിഡ് മഹാമാരിക്ക് പിന്നിൽ. ലോകത്തെമ്പാടുമായി 68 ലക്ഷത്തിലധികം ജീവനുകളാണ് കോവിഡ് കവർന്നെടുത്തത്. 2 വർഷത്തോളം നടമാടിയ മഹാമാരി ഒട്ടേറെ രാജ്യങ്ങളുടെ സാമ്പത്തിക സുസ്ഥിരതയെ തന്നെ തകിടം മറിച്ചു കളഞ്ഞു. അതിനാൽ കോവിഡിന്റെ പേരിൽ ചൈനയെ പ്രതിസ്ഥാനത്ത് നിർത്തിയാൽ ചൈനയോടുള്ള മറ്റു രാജ്യങ്ങളുടെ മൃദു സമീപനം മാറുമെന്നാണ് അമേരിക്കയുടെ പ്രതീക്ഷ. FBI റിപ്പോർട്ട് പുറത്തുവിട്ട സമയവും സന്ദർഭവും പരിഗണിക്കുമ്പോൾ സത്യം ലോകത്തോട് വിളിച്ചു പറയുക എന്നതല്ല, പകരം ചൈനയുടെ തിരിച്ചുവരവ് ഏത് വിധേനയും തടയുക എന്നത് മാത്രമാണ് ലക്ഷ്യമെന്ന് ആർക്കും മനസ്സിലാകും. അമേരിക്കൻ ചൈനീസ് ശീതയുദ്ധം മുറുകുന്നു. 2018 മുതൽ ചൈനയും അമേരിക്കയും തുടക്കമിട്ട ട്രേഡ് വാർ 5 വർഷങ്ങൾ പിന്നിടുമ്പോൾ കടുത്ത ശീതയുദ്ധമായി പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ അപ്രമാദിത്വത്തിനെതിരെ ചൈന പോരാട്ടം തുടരുമ്പോൾ അതിലെ മുന്നണി പോരാളിയാണ് ഇന്ന് റഷ്യ. സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുണ്ടായ 1ാം ശീതയുദ്ധകാലത്ത് കൊറിയൻ ഉപഭൂഖണ്ഡത്തിലാണ് പ്രധാന പോരാട്ടം നടന്നതെങ്കിൽ
ഇപ്പോൾ അത് യുക്രൈനിന്റെ മണ്ണിലാണെന്ന വ്യത്യാസം മാത്രമേയുള്ളൂ. അതിനാൽ തന്നെ യുക്രൈനിലെ യുദ്ധഭൂമികളിലുണ്ടാകുന്ന സംഘർഷവും സമാധാനവും പുതിയ ശീതയുദ്ധത്തിന്റെ ഭാവിയെ കൂടിയാണ് നിർണയിക്കുക. യുക്രൈനിൽ സമാധാനം പുലർന്നാലും അമേരിക്കൻ ചൈനീസ് ശീതയുദ്ധത്തിന് അടുത്തെങ്ങും അറുതി വരില്ലെന്നാണ് നിരീക്ഷകർ കരുതുന്നത്. കോവിഡ് ഉത്ഭവത്തെക്കുറിച്ചുള്ള FBI റിപ്പോർട്ട് അമേരിക്ക ഇപ്പോൾ പുറത്തുവിട്ടത് ചൈനയെ വീണ്ടും ഒറ്റപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെ മാത്രമാണോ? ചൈനയെ തടയാൻ അമേരിക്കയുടെ കയ്യിൽ മറ്റു മാർഗങ്ങളൊന്നും തന്നെയില്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.